എന്തൊരു കഷ്ടമാണെന്നറിയാവോ. ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഈ അൾത്താറയിൽ നിന്ന് ഇറങ്ങി എങ്ങനെ കൗണ്ടറിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും. കാര്യം 50% ആൾക്കാരെ ഗുഡ് ബൈ പറഞ്ഞ് വിടാൻ പറ്റും. കാര്യം ഒരു മനുഷ്യന് ഉടമ്പടി എടുക്കാനുള്ള യോഗ്യതയില്ല, ഇവർ ചെയ്യത്തില്ല. അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ കള്ളനാണയങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കാര്യം അവരത് ചെയ്യത്തില്ല. ചെയ്യണവർ ദൈവസ്നേഹത്തോടെ അല്ല ചെയ്യണത്, വല്ലപാടും ഒപ്പിച്ചുണ്ടാക്കുകയാണ് ചെയ്യണത്. കാര്യം കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവരുടെ കാര്യം നടന്നോ എന്ന് ചിന്തിക്കും. ദൈവത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നല്ല ദൈവസ്നേഹത്തോടെ ചെയ്യണം, ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാലാണ് ഈ ഉടമ്പടി ദൈവം ഏറ്റെടുക്കത്തുള്ളൂ. പക്ഷേ ഷിബിനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു പട്ടണക്കാരനാണെങ്കിൽ അയാൾ പറയണേ, ഞാനിങ്ങനെ പട്ടണത്തിൽ ഇങ്ങനെ നോക്കി നടക്കും, ആർക്കാണ് പ്രയാസമുള്ളതെന്ന് നോക്കി നടക്കും. ഞാൻ ഉടമ്പടിയിലല്ലേ. അപ്പം നോക്കി നടക്കുന്നതിന് എന്ത് ചെയ്താൽ ഞാനൊരു പഞ്ചാബുകാരനെ കണ്ടുപിടിച്ച്, അയാൾ എപ്പോഴും മരച്ചോട്ടിരിപ്പുണ്ട്, പാവപ്പെട്ടവനാണ്, ധർമ്മക്കാരനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഇൻ്റർവെല്ല് ഉണ്ടാക്കി എല്ലാ ദിവസവും ആവശ്യമായ ഭക്ഷണം ഞാൻ കൊണ്ടേ കൊടുക്കും. അതാണ് അയാൾ പട്ടാളക്കാരനാണ്, അയാൾ ഡ്യൂട്ടിയിലാണ്. ഡ്യൂട്ടിയിൽ നിന്ന് സമയം കണ്ടുപിടിച്ചിട്ട് ഈ മരച്ചോട്ടി റോഡ് സൈഡിലിരിക്കുന്ന ഗ്രാമങ്ങളിലിരിക്കുന്ന പട്ടാളക്കാർ ഈ പഞ്ചാബുകാരന് അയാൾ തിരക്കി പോയിട്ട് അയാൾക്ക് ഈ ഭക്ഷണം കൊടുക്കും. അപ്പോൾ എന്താണ്, ദൈവ തിരുസന്നിധിയിൽ ഇയാൾ ഷിബിൻ വിശ്വസ്തനാണ്. അവിടെയാണ് ഉടമ്പടി കത്തണത് അവിടെയാണ്. അതായത് അതിനുശേഷം നാട്ടിൽ വരുമ്പോഴും ഉടമ്പടി പ്രകാരം തന്നെയാണ് അത് പറയണേ. ഞാൻ അവിടെ ഹിന്ദി പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് ഓരോ കടയിലും കൊണ്ടുപോയി, അവിടേക്ക് അറിയാമല്ലേ ഇതിൻ്റെ പലയിടത്തും ഈ മതപരിവർത്തന ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ചില സംസ്ഥാനങ്ങളിലൊക്കെ നമ്മുടെ പത്രക്കാർക്ക് വലിയ പ്രയാസമുണ്ട്, അവരൊക്കെ പോലീസ് പിടിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്നൊക്കെ വിളിച്ച് പറഞ്ഞും നമ്മൾ അവിടെയുള്ള സ്വാധീനമൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് ചിലർ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്ക്ലെയിമർ പത്രത്തിൽ ഇട്ടിരിക്കണത്. പത്രം ആർക്കും കൊടുക്കാറില്ല. നമ്മുടെ ഭരണഘടന നമുക്ക് മൗലികമായ അവകാശം തരുന്നുണ്ട്. നമ്മുടെ അറിവുകൾ, ബോധ്യങ്ങൾ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാൻ നമുക്ക് അധികാരമുണ്ട്. പക്ഷേ പോലീസുകാർ വെറുതെ കയറി പിടിക്കണം, കേസ് നിൽക്കത്തില്ല. പക്ഷെ അതേസമയം അവർ വേറെ വകുപ്പൊക്കെ എടുത്ത് ചേർത്താൽ നമ്മുടെ ആൾക്കാരെ ചില സമയത്ത് പീഡിപ്പിക്കണം. എന്നിട്ട് പോലും ആൾക്കാർ റിസ്ക് എടുത്ത് പത്രം കൊടുക്കുന്നുണ്ട്. ഇത് ഒരു റിസ്ക്കും ഇല്ലാത്ത ആൾക്കാരുടെ വീട്ടിൽ പത്രം വെറുതെ ഇരിപ്പുണ്ട്. മനസ്സിലായില്ലേ? ഒരു റിസ്ക്കുമില്ല, ആർക്ക് വേണമെങ്കിലും കൊടുക്കാവുന്ന വീട്ടിലും പത്രം കൊണ്ട്. ഏറ്റവും വലിയ ഗതികേടെന്ന് പറയണത്, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഭാര്യനെ കൊണ്ട് പത്രം കൊടുപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ഗതികേട്. മക്കൾ ഉടമ്പടി എടുക്കും, അമ്മയെ കൊണ്ട് ഭർത്താവ് പത്രം കൊടുപ്പിക്കും. ഇത് രണ്ടും ഒരു വിഷയമാണ്. ഉടമ്പടി പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണത്. നിങ്ങൾ വ്യക്തിപരമായിട്ടാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് ദൈവമായിട്ട്. അപ്പോൾ ആ വർക്ക് നിങ്ങൾ ഇങ്ങനെ കൊട്ടേഷൻ കൊടുക്കരുത്. നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾ കത്തോലിക്കന്നെ കുമ്പസാരിക്കാൻ പറയണം, ദൈവത്തിനെ പറ്റിച്ചിട്ടുണ്ടെന്ന് പറയണം നിങ്ങളെ. കാര്യം എന്താ കഴിഞ്ഞാൽ ഉടമ്പടി നിങ്ങൾ ചെയ്തോളാം എന്നാണ് ഇവിടെ ഉടമ്പടി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അല്ലാതെ വൈഫിനെ കൊണ്ടാ മക്കളെ കൊണ്ടാ പത്രം കൊടുപ്പിക്കാവുന്നതല്ല. അപ്പം അതുകൊണ്ടാണ് ഈ അച്ഛന്മാർ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ അച്ഛമ്മയോട് പറയും, അച്ഛന്മാർ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിഷയം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അതല്ല, നിങ്ങൾ ഉടമ്പടി പാലിക്കാൻ കറക്റ്റാണോ നിങ്ങൾ ഈ പത്രം വൃത്തിയായിട്ട് കൊണ്ടേ കൊടുക്കുമോ എന്ന് ഞാൻ ചോദിക്കും. കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അച്ഛൻ എടുക്കരുത്, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളാൻ പറയും. അപ്പം അച്ഛന്മാരുടെ വരെ ഞാൻ ഇങ്ങനെ പെരുമാറണത്. അപ്പം നിങ്ങളോടൊക്കെ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൃത്യമായിട്ട് ഈ സംഭവം ഇത് കാര്യം ഇതിൻ്റെ 50 പോയിൻ്റ് സുവിശേഷ കൈമാറ്റത്തിനാണ്, 30 പോയിൻ്റ് ഉപവിപ്രവർത്തനങ്ങൾക്കാണ്, 20 പോയിൻ്റാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്കുള്ളത്. നിങ്ങൾ ആ 30 എന്താണ് അങ്ങനെ അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, എന്തുകൊണ്ടാണ് അച്ഛൻ എന്ത് കണക്കനുസരിച്ചാണ് ഇത് പറയണമെന്ന്? ഇത് പറയണമെന്ന് പറയുന്നത് 5:19 അനുസരിച്ചുകൊണ്ടാണ്. അച്ഛാ ഒന്ന് വായിച്ചാ മത്തായി 5:19 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. മത്തായി 5:19 ഈ പ്രമാണങ്ങളിൽ ഈ വചനങ്ങളിൽ
ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പൊ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും എന്ന് പറയുമ്പോൾ അവൻ്റെ കൃപ ആർജിക്കുന്ന അനുസരിച്ചാണ് ദൈവരാജ്യത്തിലെ വലിപ്പ ചെറുപ്പം വരണത്. അപ്പോൾ അതെങ്ങനെയാണ്? ഈ വചനം പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഭാര്യനെ കൊണ്ട് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അത് വളരെ സീരിയസ് വിഷയമാണത്. അപ്പോൾ അത് അങ്ങനെ ആവതില്ലാത്തവർ ഈ പണിക്ക് നിൽക്കരുത്. കാര്യം ഇത് വളരെ സീരിയസ് വിഷയമാണ്. ഇപ്പം നിങ്ങൾ തന്ത്രപൂർവ്വം ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ശാസ്ത്രീയ വർത്തമാനം പറയാമെന്നാണ് വിചാരിക്കണത്. അങ്ങനെയല്ല ഇത് വ്യക്തി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണത്. അത് ദൈവസേവകത്തോടെ ചെയ്യണം. ഇവിടെ എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ എല്ലാവരും സാക്ഷ്യം പറയണത്? ഇത് പാലിക്കുന്ന ആൾക്കാർക്കൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കാരുണ്യ പ്രവൃത്തി എന്താണ്? ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ ഇത് പറഞ്ഞു. അത് കാരുണ്യ പ്രവൃത്തിയുടെ കാര്യം 25-34 എടുത്ത് മത്തായിയുടെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 25:34. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. അപ്പൊ എനിക്ക് എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അതിനാൽ ആണ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരും. ഇപ്പം കാരുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ട് എന്താണ്? എൻ്റെ പിതാവിന് അനുഗ്രഹിക്കപ്പെട്ട വരുവിൻ. ലോകാരംഭം ഒരിക്കലും രാജ്യം കൈവശമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് വേറെ വിഷയമാണ്. അത് കൃത്യമായിട്ടും വലിയ ദൈവാനുഭവത്തിലേക്ക് നിത്യതയുടെ ഉന്നത കൃപകളിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ഉപപ്രവർത്തനമല്ല, അത് സുവിശേഷ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 50 മാർക്ക് പത്ര കൈമാറ്റത്തിനാണ്. പത്രത്തിലൂടെ എന്താ ഉള്ളത്? അനുഭവ സാക്ഷ്യങ്ങളാണ്. ആരുടെ അനുഭവങ്ങൾ? ക്രിസ്തുവിനെ വചനം നടപ്പിൽ വരുത്തിക്കൊണ്ട് അവൻ പറയണ പോലെ ചെയ്ത് അനുഭവം പ്രാപിച്ചവരുടെ അനുഭവ സാക്ഷ്യമാണ് പത്രത്തിലുള്ളത്. 100 എണ്ണം ഉണ്ട്. കാണുമ്പോൾ തന്നെ അത് ആൾക്കാർ മനസ്സിലാക്കി എൻ്റെ പ്രശ്നമുള്ള സാക്ഷ്യം വായിച്ചു കഴിയുമ്പോൾ അവൻ കർത്താവിനെ തിരക്കി വരും. അറിയിക്കാൻ പറ്റും, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ പറ്റും. ഉപപ്രവർത്തനങ്ങൾക്ക് 30 മാർക്കാണ്. പിന്നെ എന്ത് പ്രാർത്ഥന? പിന്നെ 20 പോയിൻ്റാണ് ഉള്ളത് പ്രാർത്ഥനയ്ക്കുള്ളത്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യത്തില്ല, പ്രാർത്ഥന മാത്രം കൊണ്ടുകൊണ്ടിരിക്കും. അത് പ്രാർത്ഥിക്കണമാണ്. നിങ്ങൾക്കറിയാൻ പറഞ്ഞിട്ടാണ് ഞാൻ വിശ്വാസ പ്രമാണം എഴുതിയിരിക്കണം. അതിൻ്റെ അകത്ത് വിശ്വാസ പ്രമാണം എല്ലാവർക്കും അറിയാം. സ്വർഗസ്ഥരാപിത എല്ലാവർക്കും അറിയാം. നന്മ പറഞ്ഞ പറയും എല്ലാവർക്കും അറിയാം. ജപമാല എല്ലാവർക്കും അറിയാം ശരിക്കും. പക്ഷെ അതിൻ്റെ എല്ലാം ചെല്ലിയാലും നമുക്ക് വരുന്നത് എന്താണ്? അതെല്ലാം ചെല്ലണം. എന്താണ്? കഴിഞ്ഞ ധ്യാനത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, വെള്ളം കുടിക്കാൻ ജീവിക്കാൻ പറ്റുമോ? ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, കരളുപാട്, കിഡ്നി ചുങ്ങിപ്പോവും, ചത്തുപോവും. അപ്പോൾ പ്രാർത്ഥനയില്ല ജീവിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥന വെള്ളം പോലെയാണ്. പക്ഷെ നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ ഗുരുത്വമുള്ള ഭക്ഷണം വേണം, ന്യൂട്രീഷനായിട്ടുള്ള ഫുഡ് വേണം. അതിനാണ് ഉപപ്രവർത്തനങ്ങളും സുവിശേഷ വേലയെന്ന് പറയണത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ടാണ് ഉടമ്പടിയിലുള്ളത്. ഷിബിൻ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണ ആളാണ്. അതുകൊണ്ടാണ് ഹിന്ദി പത്രവും ഇംഗ്ലീഷ് പത്രവും മേടിച്ചിട്ട് ഇന്ത്യ മുഴുവനും പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ആ മനുഷ്യൻ കൊണ്ടേ കൊടുക്കണത്. കൊടുത്തിട്ട് ഒരു ദിവസം ഷിബിൻ നാട്ടിൽ വരുമ്പോൾ ഷിബിനോട് ഇപ്പം നമ്മൾ സത്യസന്ധരാണെന്ന് പറഞ്ഞാൽ അമ്മ ഉടനെ ഇടപെടും. നമ്മൾ ദൈവം ഇടപെടാത്തതിൻ്റെ കാര്യം എന്തറിയാമോ? നമ്മൾ ഉടമ്പടി സത്യസന്ധരല്ലാത്തത് കൊണ്ടാണ്. ഷിബിൻ ഉടനെ നാട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, പരിശുദ്ധ അമ്മ പറഞ്ഞു, മോനെ അവിടെ കൊണ്ട് ഉപ്പിടാൻ പറഞ്ഞു. ആ പറമ്പിൽ വഴിയിലല്ല ഉപ്പിടാൻ പറഞ്ഞു. അവൻ അവിടെ കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി ആ വഴിയില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ട് വെച്ച് പിറ്റേ ദിവസം 20 കൊല്ലമായി ആ വീട്ടിൽ കയറി ഇറങ്ങണത്. ആ മനുഷ്യനോട് ഇന്നവൻ, ചേട്ടാ ഇത്തിരി വഴി കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ഞാനിത് 20ാമത്തെ കൊല്ലാണ് വരണത്. അപ്പോൾ ഉടനെ ചേട്ടൻ പറഞ്ഞ്, ഞാൻ പണി ചെയ്യാം, നിനക്ക് വഴി തരാം. പക്ഷെ അതെങ്ങനെ തരും? സൈഡിൽ കൂടി തരാം. അത് തോടാണത്, അതിന് നികർത്തിയെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ വഴി കിട്ടുമെന്നായി. പക്ഷേ എന്താണ്? നികർത്തിയെടുക്കുക. അപ്പം നികർത്തിയെടുക്കുമ്പോൾ എത്രയാവും? 26 ലക്ഷം രൂപയാവും. തോട് നികർത്തണ്ടേ? അപ്പോൾ 26 ലക്ഷം രൂപ കടമുണ്ട്.
പറമ്പ് വിറ്റാൽ ചില പതിനൊക്കെ കൂടെ കിട്ടുമായിരിക്കും. പക്ഷെ എന്നാലും അത് വലിയ പാടാണ്, ഒന്നും മിച്ചമുണ്ടാകത്തില്ല കയ്യിൽ. അപ്പോൾ ഉടനെ എന്നാലും നാളെ അത് നികർത്താവുന്ന രീതിയിൽ തന്നെ ഇവൻ തീരുമാനിച്ചു. അപ്പം നികർത്തൽ എവിടെ തൊട്ട് എവിടം വരെയാണ് നികർത്തേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടി പിറ്റേ ദിവസം ഈ ലാൻഡ് ഓണർ വരും. ലാൻഡ് ഓണർ വരുമ്പോൾ ലാൻഡ് ഓണർ നികർത്തണ സ്ഥലത്ത് വന്ന് നിന്നേച്ചും തിരിഞ്ഞു നടന്ന് പോകും. അപ്പോൾ ഷിബിം ഈ പട്ടാളക്കാരൻ വിളിക്കും, ചേട്ടാ ഇവിടെ അല്ലേ ഇന്നലെ വഴി തരാമെന്ന് പറഞ്ഞത്, ഇനി ഇയാൾ ഇതിൻ്റെ അകത്ത് ഐഡിയ നിന്ന് മാറിയാന്നറിയാൻ വേണ്ടി പുള്ളി ആശങ്കയോടെ വിളിക്കും, ചേട്ടാ ഇവിടെയാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ് വെച്ചും ഈ ഈ ലാൻഡ് ഓണർ ജോലി ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ അറിയാതെ ഇവൻ ഉപ്പിട്ട സ്ഥലത്ത് പോയി നിൽക്കും. എന്നിട്ട് പറയും, നിനക്കിവിടുന്ന് വഴി തരാമെന്ന് പറയും. ഇതാണ് കൃപാസനം മാതാവ് എന്ന് പറയണത്. എൻ്റെ പേര് സരോജിനി തോമസ്, തിരുവനന്തപുരം രൂപതയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2022 ജനുവരി 15 ഉടമ്പടി എടുത്തായിരുന്നു. അതിനു മുമ്പ് 2019 എൻ്റെ മോൻ UK-യിൽ 3 വർഷത്തെ കോഴ്സിനായിട്ട് സ്റ്റഡി വിസയിൽ പോയിരുന്നു. അതിനു മുമ്പ് പോകാനിരുന്നപ്പോൾ അവന് ഒരു ആക്സിഡൻ്റായി. അങ്ങനെ കിംസിൽ കൊണ്ടുപോയി കുറേ ഓപ്പറേഷനും കാര്യമൊക്കെ ആയപ്പോഴത്തേക്ക് കുറേ കടബാധ്യത ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് അവന് UK-യിൽ പഠിക്കാൻ വേണ്ടി പോയത്. പിന്നെ അതിന് ശേഷം കോവിഡൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര അവിടെ ജോലി ബുദ്ധിമുട്ടെന്നും പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് പൈസ അയച്ചു കൊടുത്ത് അങ്ങനെ കടം ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീട് വിൽക്കാമെന്ന് വിചാരിച്ച് 3 വർഷം കൊണ്ട് വീട് വിൽപ്പനയ്ക്കായിട്ടിട്ടും നടന്നില്ല. അപ്പോൾ ഇങ്ങനെ കൃപാസനത്തിലെ അത്ഭുതത്തെക്കുറിച്ച് ഞാൻ അറിയുകയുണ്ടായി. അങ്ങനെ 2022 ജനുവരി 15 ഇവിടെ വന്ന് നിയോഗത്തിൽ വീട് വിൽക്കണമെന്ന് വച്ച് ഞാനിവിടെ പുറത്ത് പോയി ബസ് കയറാൻ നിൽക്കുമ്പോൾ അമ്മ ഇങ്ങനെ വിളിച്ച് പറയുന്ന വീട് മേടിക്കാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 3 മാസത്തിനുള്ളിൽ വീട് ഇടപാട് നടന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് 2 പെൺകുട്ടികളാണ് എന്നിട്ട് താഴെ ഉള്ളത്. അവർ BSc അനസ്തേഷ്യ OTT കോഴ്സിന് ബാംഗ്ലൂരിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒരേ വർഷം ഒരേ കോഴ്സായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ 2-3 ബാങ്കുകളിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പെയാണ് 2-3 ബാങ്കുകളിൽ പോയി എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി ചോദിച്ചപ്പോൾ തരാൻ പറ്റത്തില്ലെന്നും മാനേജർ പറയുകയുണ്ടായി. പിന്നെ ഇവിടെ നിന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് ആ കാശ് രൂപം കൊണ്ട് വേറൊരു ബാങ്കിൽ പോയി മാനേജറടുത്ത് സംസാരിക്കുകയുണ്ടായി. മാനേജർ ഉടനെ അപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. കാശ് രൂപം കയ്യിൽ വെച്ചിട്ട്, അമ്മ മാതാവേ നീ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മാനേജരോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 2 മക്കൾക്കും ഫീസ് ലോൺ തരാമെന്ന് മാനേജർ പറഞ്ഞു. അതിൽ അമ്മ മാതാവും തിരുക്കുമാരനും ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരികയുണ്ടായി. മൂന്നാമത്, എനിക്ക് 10 വർഷമായി ഈ ഐസ്ക്രീം പോലത്തെ തണുത്ത ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര പാട്. പിന്നെ കുറേ ദൂരം നടക്കുമ്പോഴത്തേക്ക് ശ്വാസം മുകളിലോട്ട് വരത്തില്ല. അങ്ങനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നും പറഞ്ഞിട്ട് തൈറോയിഡ് മുതൽ യൂട്രസ് വരെ ടെസ്റ്റ് ചെയ്തു. പക്ഷേ ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയുകയും അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് പിന്നെയും തുടങ്ങും. അങ്ങനെ താൽക്കാലിക ആശ്വാസത്തിനായി അടുത്തുള്ള ചെറിയ ഹോസ്പിറ്റലിൽ പോയി ശ്വാസം പിടിക്കുകയും ഇഞ്ചക്ഷൻ വയ്ക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കുന്ന സമയം ഞാൻ നിയോഗം വച്ചില്ല, പക്ഷേ അമ്മയുടെ മാധ്യസ്ഥതയിൽ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല. തണുത്ത ഫുഡ് കഴിച്ചാലും ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ 2 മാസത്തിന് മുമ്പ് എൻ്റെ കാല് 2 മുട്ടിൻ്റെ താഴെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. എന്തെങ്കിലും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി ചൊറിയുന്നത് പോലത്തെ ആ ഒരു ഫീലായിരുന്നു. ഞാൻ പിന്നെ വിശ്വാസ പ്രമാണവും പ്രതിഷീകരണ പ്രാർത്ഥനയിലും ഉടമ്പടി പ്രാർത്ഥനയിലും ഇത് മാറ്റിത്തരണേന്ന് അമ്മ മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയും അതിനുശേഷം തൈലം ഇട്ടതിന് ശേഷം മൊത്തം എനിക്ക് ആ ചൊറിച്ചിലും പോയി എല്ലാം പോയി. ചെറിയ പാടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ 2 മാസത്തിന് മുമ്പ് ബാംഗ്ലൂർ പഠിക്കുന്ന 2ാമത്തെ ഇളയ മോക്ക് പനി പിടിച്ചതായിരുന്നു. പനി പിടിച്ച് അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ദിവസം തന്നെ 4000 രൂപയായി. അവർ പല ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ടൈഫോയിഡ് ആണെന്ന് കണ്ടെത്തി. അപ്പോൾ പിന്നെ ദിവസവും ഇഞ്ചക്ഷന് ട്രിപ്പൊക്കെ അടയ്ക്കണമെങ്കിൽ ദിവസവും 1000 രൂപയാവും. അപ്പോൾ പിന്നെ കോളേജിൽ നിന്ന് നാട്ടിലോട്ട് വിട്ട് ഇവിടെ വന്ന്
അപ്പം അവിടെ നിന്ന് ഇരുന്നിട്ടും മകളും ഇങ്ങനെ പറയും, അമ്മ ഇങ്ങനെയാണ്, പനി മാറുന്നില്ല, ടൈഫോയിഡാണ്. ഞാൻ അപ്പോഴും പ്രതിഷീകരണ പ്രാർത്ഥനയിൽ, ഉടമ്പടി പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പം നാട്ടിൽ വന്ന് മോക്ക് ഞാൻ ഇവിടുത്തെ ഉപ്പ് കൊടുത്തിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇവിടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ടാബ്ലറ്റ് എഴുതിത്തരാമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊണ്ട് കാണിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ബ്ലഡിൻ്റെ കൗണ്ട് കുറവ്, അതിൻ്റെ അയൺ ഗുളിക മാത്രം എനിക്ക് തന്നു. ഇപ്പം മോള് ഒരാഴ്ച തിരിച്ചു പോയിട്ട് നല്ല ആരോഗ്യവതിയായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ 3 വർഷമായി വീട് വിൽക്കണമെന്ന് വിചാരിച്ച കാര്യം. അപ്പോൾ വീടും നഷ്ടപ്പെട്ട് എല്ലാം ആയി. പിന്നെ എന്ത് ചെയ്യും? 2 പെൺകുട്ടികൾ, അവരുടെ ഭാവി എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഓരോ ദിവസവും ടെൻഷനായി വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കടവും കാര്യമൊക്കെ ഇത്തിരി ഉണ്ടായിരുന്നതുകൊണ്ട് സഹോദരങ്ങളും കൈവിട്ട്, അമ്മയും കൈവിട്ട്, എല്ലാം കൈവിട്ട്. അപ്പം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ഡിസംബറിൽ ആലോചിച്ച് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ചിട്ട് ഡിസംബറിൽ തന്നെ ഇവിടെ നിയോഗം വെച്ചായിരുന്നു. ഞങ്ങൾക്കിങ്ങനെ ഒരു വിസ എവിടെ നിന്നെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് പറഞ്ഞിട്ട് നിയോഗം വെച്ചു. അപ്പോൾ കഴിഞ്ഞ മാസം UK പോകാൻ വേണ്ടി വിസ അപ്ലൈ ചെയ്ത് ഈ മാസം 10-ാം തീയതി എറണാകുളം എംബസിയിൽ പോയി വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് 27-ാം തീയതി വിസ വന്നു. അതും അമ്മ മാതാവ് ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൂടെ ഉണ്ട് പോകാനായിട്ട്. അതും അമ്മ മാതാവ് ഞങ്ങൾക്ക് അത് നൽകുമെന്ന് നല്ല വിശ്വാസവും എല്ലാം ഉറപ്പുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. വിൻ ഷാജു, ഞാൻ ഇടുക്കി തൊടുപുഴയിൽ നിന്ന് വരുന്നു. 2018 ഞാൻ വിദേശത്തേക്കൊരു സ്റ്റുഡൻസ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. എൻ്റെ സുഹൃത്താണത് ചെയ്തു തന്നത്. അവൻ്റെ പൈസ എല്ലാം കൊടുത്ത് ഞാനവന് എൻ്റെ ഡോക്യുമെൻറ്റ്സെല്ലാം അയച്ചു കൊടുത്തു. പക്ഷേ അവൻ എംബസിയിൽ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് എൻ്റെ വിസ എംബസി റിജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവനെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുകയൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഏജൻസി പോയി ഇത് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഈ സെയിം സിറ്റുവേഷനാണ് വന്നത്. ഞാൻ ആദ്യം ഫേക്ക് ഡോക്യുമെൻറ്റ്സ് കൊടുത്തു എന്ന് പറഞ്ഞ് അവരെൻ്റെ വിസ പിന്നെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി പുറത്തേക്ക് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇനി വിസയ്ക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകാൻ ഇനി പറ്റില്ല എന്ന് വിശ്വസിച്ച് ഞാൻ വേറൊരു കോഴ്സിന് ചേർന്നു. അപ്പോൾ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ കൃപാസനത്തിനെക്കുറിച്ച് കേൾക്കുന്നതും ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നതും. 2022 നവംബർ 10-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എന്നിട്ട് ഇന്നും രാവിലെയും വൈകിട്ടും അമ്മയോട് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് UK പോകാനുള്ള വിസ കിട്ടി. അമ്മയ്ക്ക് 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് സീമ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അനിൽകുമാർ. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ പുതുയിപ്പ് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. 6/10/2021 ഞാൻ ഉടമ്പടി എടുത്തത്. ജോലി സ്ഥലത്ത് വെച്ച് 5/10/2022 BP കൂടി സ്ട്രോക്ക് വരികയും ഒരു വശം തളർന്നു പോവുകയും ചെയ്തിരുന്നു. 12 ദിവസം ICUയിലായിരുന്നു. ഈ ICUയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടുമായിരുന്നു. ബ്രെയിനിലെ ഞരമ്പ് പൊട്ടി ബ്ലീഡിംഗ് ആയിരുന്നു. ഡോക്ടർ ബ്ലീഡിങ് നിന്നില്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ തൈലം പുരട്ടിയതിന് ശേഷം ബ്ലീഡിങ് സ്റ്റോപ്പാവുകയും 12 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുകയും 16 ദിവസം കഴിഞ്ഞ് വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ട് ആംബുലൻസിലായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് കുളിപ്പിക്കാനായി ബാത്റൂമിൽ കയറ്റിയപ്പോൾ ട്യൂബിലൂടെയായിരുന്നു ഫുഡ് കൊടുത്തിരുന്നതും മരുന്ന് കൊടുത്തിരുന്നതും. ഈ ട്യൂബ് ഊരി എൻ്റെ കയ്യിൽ വീഴുകയും ചെയ്തു. ഞങ്ങൾ അപ്പോൾ അടുത്തുള്ള പാലിയേറ്റീവ് കെയറിനെ വിളിച്ച് ചോദിക്കുകയും അപ്പോൾ അവർ പറഞ്ഞു, ഈ ഫുഡ് ട്യൂബ് വീണു പോയതല്ലേ, നമുക്ക് മിക്സിയിലടിച്ച് കഞ്ഞി കൊടുക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ കഞ്ഞി മിക്സിയിലടിച്ച് സ്പൂണിൽ കോരി കൊടുക്കുകയും ചെയ്തു.
അങ്ങനെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ നോർമൽ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ മരുന്നും ഫുഡും നോർമൽ ഇങ്ങനെ വാരി കൊടുക്കാൻ കൊടുത്തു. പിന്നെ ആ മാസം ടെസ്റ്റിന് പോയപ്പോൾ എല്ലാം നോർമലാണെന്ന് പറയും. പിന്നീടുള്ള മാസങ്ങളിലെല്ലാം ടെസ്റ്റുകൾ നോർമലാകുകയും ചെയ്തിരുന്നു. പിന്നെ കുളിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം ശരീരത്ത് പുരട്ടുമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ കണ്ടപ്പോൾ പറഞ്ഞു ഇത് മിറാക്കിളാണെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇരുന്നാൽ വീണു പോകുന്ന ഹസ്ബൻഡ് ഇത്രയും മാസങ്ങൾ കൊണ്ട് ഇങ്ങനെയായി. ഇത് പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് സോമിയ ജോയ്. ഇരിങ്ങാലക്കുട രൂപത ആനന്ദപുരം ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2022 ജൂൺ 22-നാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാനിവിടെ ഇപ്പോൾ സാക്ഷ്യം പറയുന്നത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ്. എൻ്റെ ചേച്ചിക്ക് സ്പൈനൽ കോഡിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതൊരു സർജറി കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുണ്ട്. ഇപ്പോൾ നടക്കാനൊന്നും പറ്റാതെ ഒരാളുടെ സഹായമില്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഈ 1 വർഷം ആവേണ്ട സമയത്ത് ആൾക്ക് യൂറിനിൽ ഇൻഫെക്ഷൻ വന്നു, പനി, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ അടുത്തുള്ളൊരു ഡോക്ടറെ അടുത്തേക്ക് പോയി. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കിഡ്നി ഒരെണ്ണം വീക്കാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആകെ തകർന്നു പോയി. കാരണം നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലിരിക്കുന്ന ഒരാൾക്ക് കിഡ്നി വീക്ക് കൂടി ആയി കഴിഞ്ഞാൽ അപ്പോൾ ആകെ തകർന്നു പോയൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ നടത്തിയിട്ട് നമുക്കൊന്നുകൂടിയും ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നവർ പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ക്രിയാറ്റിൻ്റെ ലെവൽ 6 ആയിരുന്നു അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ അന്ന് മുതൽ ഒരു 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്തു. അന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി. മാതാവിൻ്റെ ഉടമ്പടി തൈലം എൻ്റെ അടിവയറ്റിലും ചേച്ചിയുടെ അടിവയറ്റിലും പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, എൻ്റെ ചേച്ചിക്ക് കിഡ്നിക്ക് യാതൊരു തകരാറും വരാതെ ക്രിയാറ്റിൻ്റെ ലെവൽ നോർമലായിട്ട് വരികയാണെങ്കിൽ ഞാൻ അമ്മ മാതാവിൻ്റെ ഈ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. ക്രിയാറ്റിൻ്റെ ലെവൽ 6 ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരാഴ്ച അവിടെ കഴിഞ്ഞപ്പോൾ 5 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ കിഡ്നിക്ക് അങ്ങനെ തന്നെയായിരുന്നു, വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ക്രിയാറ്റിൻ്റെ ലെവൽ 3 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഒരു യൂറോളജീനെ കാണുന്നതായിരിക്കും ബെറ്റർ, കാരണം ഞങ്ങൾ വേറെ യൂറോളജിക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് സർജറി കഴിഞ്ഞത് അമൃത ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ടെസ്റ്റുകളൊക്കെ നമുക്ക് കഴിക്കാം, ടെസ്റ്റുകൾ കഴിച്ചിട്ട് നമുക്ക് എന്തിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് സ്കാനിങ്ങിനായാലും എക്സ്റേക്കായാലും ഒരാളുടെ ഹെൽപ്പ് എന്തായാലും ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എക്സ്റേക്ക് പോകുമ്പോഴും സ്കാനിങ്ങിന് പോകുമ്പോഴും ഞാൻ ചേച്ചിയുടെ കൂടെ പോവായിരുന്നു. കാശുരൂപം എൻ്റെ കയ്യിൽ എവിടേക്ക് പോകുമ്പോഴും ആ കാശുരൂപം വെച്ചിട്ട് ഞാൻ പോവാറുള്ളൂ. ആ കാശുരൂപം ഞാൻ എക്സ്റേ റൂമിൽ കയറ്റും, സ്കാനിങ്ങിന് ചെയ്തിട്ട് ചേച്ചിയുടെ ഏതെങ്കിലും ഒരു ശരീരത്തിൻ്റെ ഭാഗത്ത് ഞാൻ ആ കാശുരൂപം വെച്ചിട്ട് ഞാൻ അവിടെ നിൽക്കാറുള്ളൂ. ആ സ്കാനിങ് കഴിഞ്ഞു, എക്സ്റേ അങ്ങനത്തെ ഇതുകളൊക്കെ കഴിഞ്ഞു. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, യൂറിൻ ടെസ്റ്റ് ചെയ്തു, എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു. പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. കിഡ്നിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. ക്രിയാറ്റിൻ്റെ ലെവൽ 1 ആയി. പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് മാറി. വേറൊരു കുഴപ്പങ്ങളില്ലാതെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുകൂടാതെ ആൾ പറഞ്ഞു ഈ 2-3 മാസത്തോളം ട്യൂബ് ഇടേണ്ടി വരും യൂറിൻ പോകാനായിട്ട്. അത് നോർമലായിട്ട് വരണമെങ്കിൽ ഇത്തിരി കാലം എടുക്കുമെന്നാണ് പറഞ്ഞത്. ട്യൂബ് ഇട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ 3 ദിവസം കഴിഞ്ഞു. 3 ദിവസത്തിൻ്റെ എല്ലാ ദിവസവും ഞാൻ കാലത്തും വൈകിട്ടും ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഞാൻ എൻ്റെ അടിവയറ്റിൽ എൻ്റെ ചേച്ചീനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ ഉടമ്പടി തൈലം 3-4 ദിവസം ഞാൻ പറ്റുമായിരുന്നു, കാലത്തും വൈകിട്ടും. 4ാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു ട്യൂബൊന്നും ഇടാണ്ട് എനിക്ക് നോർമലായിട്ട് യൂറിൻ പോയി തുടങ്ങി. ഇപ്പോൾ വേറൊരു കുഴപ്പങ്ങളും ഇല്ല. പിറ്റേ ദിവസം ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ട്യൂബ് എടുത്തു.
ഇപ്പോൾ വേറൊരു ഇങ്ങനെ കിഡ്നിയെ സംബന്ധിക്കുന്നതായിട്ടോ യൂറിൻ ഇൻഫെക്ഷനോ അങ്ങനെ ക്രിയാറ്റിൻ്റെ ലെവലോ ഒക്കെ നോർമലായി പൂർണ്ണമായിട്ട് സുഖം എൻ്റെ ചേച്ചിക്ക് കൊടുത്തതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 കോടാനുകൂടി ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് രണ്ടാമത്തെ സാക്ഷി ഞാനിവിടെ പറയുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ഒരു കച്ചവടമായിരുന്നു, ആൾ ഗൾഫിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ബ്ലോക്ക് വന്നിട്ട് പിന്നെ നാട്ടിലേക്ക് വന്നതാണ്. നാട്ടിലേക്ക് വന്ന് ഇവിടെ ഒരു കച്ചവടമൊക്കെ തുടങ്ങി. കച്ചവടത്തിൽ വലിയ ലാഭമോ അങ്ങനത്തെ വലിയ ഉയർന്നതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു, കടബാധ്യതകളൊന്നും വരാതെ എൻ്റെ ഹസ്ബൻഡിന് കച്ചവടത്തിൽ ഉയർച്ച കൊടുക്കാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാനിവിടെ കൃപാസനത്തിലേക്ക് വരുമ്പോഴും ആളെന്നോടൊന്ന് ചോദിക്കുകയോ പറയുകയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വരും, പ്രാർത്ഥിക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നുള്ളൂ. 2-3-4 മാസം കഴിഞ്ഞപ്പോൾ ആൾ തന്നെ ഇങ്ങോട്ട് കൃപാസനത്തിലെ മാതാവിനെ കുറിച്ച് അതിനെ തൊട്ട് പ്രാർത്ഥിക്കാനും അതിനോട് കൂടുതൽ അടുക്കാനും തുടങ്ങി. ഇവിടെ ഞായറാഴ്ചകളിൽ ഒരുവിധ ഞായറാഴ്ചകളിലൊക്കെ ആളിവിടെ വരാനും അമ്മയുടെ തിരുസ്വരൂപം മേശയമേ വെച്ച് പ്രാർത്ഥിക്കാനും മേശവലിപ്പിലിട്ട് അമ്മയുടെ തിരുസ്വരൂപം മേശവലിപ്പിലിട്ട് പ്രാർത്ഥിക്കാനും തുടങ്ങിയതിനെ തുടർന്ന് എൻ്റെ കടബാധ്യതകളൊക്കെ മാറി ഒരുവിധം മാറി വരാനും എനിക്ക് ദൈവം മാതാവും ഒരുപാട് അനുഗ്രഹിച്ചു. നന്ദി പറയുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെയ്സൺ. ഞാൻ വരുന്നത് കുറുമ്പനാടം അസംഷൻ ഇടവകയിൽ നിന്നാണ്.